സെപ്റ്റംബർ 16 തിങ്കളാഴ്ച. ലൂക്ക 7 അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി 1 രൂപ വിലയുള്ള റാഫിൾ ടിക്കറ്റ് വിൽക്കുകയായിരുന്നു. അയാൾ ഒരു മാന്യനെ സമീപിച്ച് പറഞ്ഞു, "സർ, ഭൂകമ്പ ദുരിതാശ്വാസത്തിനായി ഞാൻ 10,000 രൂപ സമാഹരിക്കുകയാണ്. ദയവായി ഒരു റാഫിൾ ടിക്കറ്റ് വാങ്ങൂ." 10,000 രൂപയോ? ആ മാന്യൻ ഉറക്കെ പറഞ്ഞു. "അത്രയും തുക സ്വയം ഉയർത്താൻ നിനക്ക് പ്രതീക്ഷയുണ്ടോ?" "ഇല്ല സർ," കുട്ടി ഗൗരവത്തോടെ പറഞ്ഞു. "എന്നാൽ എന്നെ സഹായിക്കുന്ന മറ്റൊരു കൊച്ചുകുട്ടിയുണ്ട്." ഉണ്ണീശോയെക്കുറിച്ചാണ് അവൻ പരാമർശിച്ചത്. ഇന്നത്തെ സുവിശേഷം നമുക്ക് സുപരിചിതമാണ്. ഒരു ശതാധിപന് ഒരു ദാസനുണ്ടായിരുന്നു. അവനെ അവൻ വളരെയധികം സ്നേഹിച്ചിരുന്നു. ദാസൻ ഗുരുതരാവസ്ഥയിലായി മരിക്കാൻ പോവുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ദാസനെ യേശുനാഥൻ സുഖപ്പെടുത്തുമെന്ന് ശതാധിപൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചു. അയാൾ യഹൂദ പ്രമാണികളോട് യേശുവിനോട് തൻ്റെ വീട്ടിൽ വന്ന് തൻ്റെ ദാസൻ്റെ ജീവൻ രക്ഷിക്കുമോ എന്ന് ചോദിക്കാൻ ആവശ്യപ്പെട്ടു. പ്രമാണിമാർ അങ്ങനെ ചെയ്തു. തങ്ങളോടൊപ്പം ശതാധിപൻ്റെ വീട്ടിലേക്ക് വരാൻ അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ ശതാധിപൻ്റെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ സുഹൃത്തുക്കൾ വന്ന് യേശുവിനോട് പറഞ്ഞു, "ശതാധിപൻ പറഞ്ഞു, യജമാനെ, നീ ബുദ്ധിമുട്ടണ്ട. നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ദാസൻ സുഖം പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു." ആ മനുഷ്യൻ്റെ ആഴമായ വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു. അവൻ ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, "ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഇത്രയും ആഴത്തിലുള്ള വിശ്വാസം ഞാൻ അനുഭവിച്ചിട്ടില്ല." സേവകർ ശതാധിപൻ്റെ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അവൻ്റെ ദാസൻ നല്ല ആരോഗ്യം വീണ്ടെടുത്തതായി അവർ കണ്ടു. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാവുന്ന ചില പോയിന്റുകളുണ്ട്. 1, കേൾവിയിൽ നിന്നാണ് വിശ്വാസമുണ്ടാവുന്നത്. ശതാധിപൻ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. 2, ശതാധിപൻ തൻ്റെ അടിമയോടും അയൽക്കാരോടും ദയ കാണിക്കുന്നു. അവൻ അവർക്ക് അവരുടെ സിനഗോഗ് പണിതു. ഇസ്രായേൽ ജനതയോട് മൊത്തത്തിൽ ശതാധിപൻ ദയുള്ളവനാണ്. കാരണം അവൻ അവരുടെ മതത്തെ ബഹുമാനിച്ചു. 3, ശതാധിപൻ്റെ വിശ്വാസം യേശു ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതുമായ വിശ്വാസവുമായിട്ട് താരതമ്യപ്പെടുത്താനാവില്ല. യേശുവിന് അകലെ നിന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ശതാധിപൻ വിശ്വസിച്ചിരുന്നു. 4, ശതാധിപൻ്റെ വിനയം വളരെ ശ്രദ്ധേയമാണ്. സ്വന്തം അയോഗ്യത അവൻ തിരിച്ചറിഞ്ഞു. 5, ദയയും എളിമയും വിശ്വസ്തനുമായൊരു ശതാധിപൻ തൻ്റെ യജമാനാണെന്ന നിലയിലെ ആ അടിമ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നെന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ശതാധിപൻ അവനെക്കുറിച്ച് ഇത്രയും കാരുണ്യത്തോടെ പെരുമാറിയത്? ഈ കഥയിൽ നിന്ന് നമുക്ക് 4 പ്രധാന പാഠങ്ങൾ പഠിക്കാം. 1, ദയ. 2, വിനയം. 3, ആഴമേറിയ വിശ്വാസം. 4, സദ്ഗുണമുള്ള ആളുകളുമായി
ബന്ധപ്പെടുമ്പോഴുണ്ടാവുന്ന നന്മകൾ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.